ക്ഷേത്ര 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 ഉണ്ടോ അവിടെ? പൂജാമുറിയില്ല. വരൂ, അകത്തേക്ക് ഇരിക്കാം. കാല് കഴുകിട്ട് കയറൂ. ഓ ഓക്കെ. ദാ ചായ. താങ്ക് യു. മാഡം വരുന്നുണ്ട്. ഹായ് രോഹിത്. ഹായ്. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് പേപ്പറിൽ ആഡ് കൊടുത്തിരുന്നില്ലേ, അതിനെ കുറിച്ച് പറയാനാ. ഓ അതാണോ? എന്താ പെട്ടെന്ന്? ഡാൻസ് സ്കൂളൊക്കെ ആരംഭിക്കുന്നു, എന്നോടൊന്നും പറഞ്ഞതുമില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട്. അപ്പൊ നിന്റെ ജോബോ? പ്രൊമോഷന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും അവരുടെ ആൾക്കാർക്ക് മാത്രമേ പ്രൊമോഷൻ കൊടുക്കൂ. ഇപ്പൊ പുതുതായിട്ട് ട്രാൻസ്ഫറും വന്നിരിക്കുക. അവരുടെ ആൾക്കാരെ നിയമിക്കാൻ വേണ്ടി എന്നെ ദൂരേക്ക് എവിടെയോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ റിസൈൻ ചെയ്തു. ഈ ജോബ്, ഈ ഫീലിങ്സ്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, ഗുഡ് ഡിസിഷൻ. അപ്പൊ പബ്ലിസിറ്റി, അത് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ആരാ എടുക്കുന്നേ? അതൊക്കെ എന്തിനാ? എന്റെ അത്രയ്ക്ക് കാശൊന്നുമില്ല. എനിക്കറിയുന്നൊരു ഫ്രണ്ട് ഉണ്ട്, കാർത്തിക്. അവനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എത്ര ചോദിക്കോ അവര്? എന്താ, 1,00,000? 1,00,000? എന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ. അത്രയൊന്നും എന്റെ കയ്യിലില്ല. നിന്നോട് ഞാൻ ചോദിച്ചോ? നിന്നെ കൊണ്ട് കഴിയുന്ന കൊടുക്ക, ബാക്കി ഞാൻ അറേഞ്ച് ചെയ്യാം. എന്തിനാ ഈ കഷ്ടപ്പാട് രോഹിത്? വി ആർ ഫ്രണ്ട്സ്. നീ സെറ്റിൽ ആയതിനു ശേഷം എനിക്ക് തന്നാ മതി. ഓക്കെ? ശിഷ്യ, സൂപ്പർ ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞൂടാ, മരം മാത്രമല്ലേ കാണാനുള്ളൂ. ഗുരു, ഇതൊന്നും അല്ല. ഇത് അങ്ങോട്ട് നോക്കിയാ പുഴ കണ്ടോ? നല്ല ഭംഗിയാ. അതിനകത്തൊരു പെണ്ണിനെ ഇറക്കി കുളിപ്പിച്ച നല്ല ഒന്നാം തരം ഫോട്ടോസ് എടുക്കാം. ഞാൻ പറഞ്ഞത് ഫോട്ടോഷൂട്ടിന്, അല്ലാതെ വേറൊന്നിനുമല്ല. നീ പോയി സിഗരറ്റ് വാങ്ങിട്ടോ. എന്നെ കൊണ്ട് പറ്റില്ല. പറഞ്ഞു കേട്ടില്ലേ, സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വരാം. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ശരി, ഞാൻ പോയി വാങ്ങിച്ചോളാം. അതല്ല ഗുരു, സിനിമ കാണുന്ന ആളല്ലേ. ഏത് സിനിമ നോക്കിയാലും എന്നെ പോലെ ഒരാളെ കാണിച്ചിട്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കും. അങ്ങനത്തെ സാധനം എന്നെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുന്നത്. ശരി, നീ ആ ഏരിയയിലെല്ലാം പോയി ഫോട്ടോ എടുത്തിട്ട്. ഓക്കെ ഗുരു. അതെ, ആദ്യം ക്യാപ്പ് എടുക്ക്. ക്യാപ്പ് ഇതുവരെ എടുത്തതെല്ലാം പോക്കാണെന്നാ തോന്നുന്നേ. ഇനി ഞാൻ ക്യാപ്പ് തുറന്നിട്ട് എടുത്തോളാം. എന്താ സാർ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലടാ, എന്റെ ഫ്രണ്ട് ക്ഷേത്ര എന്ന് പറഞ്ഞൊരു ലേഡി ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങുന്നുണ്ട്. നീ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കണം. നൈസ് ബിസിനസ് ഡീൽ എന്ന് പറ. എന്താ റേഞ്ച്? 5 lakhs 10 lakhs? അയ്യോ കാർത്തിക്, ഒരു 10,000 രൂപയുള്ളൂ. 10,000? എന്റെ ശിഷ്യനെ വിളിച്ചോണ്ട് പോയാൽ മതി, ഫോണിലും എടുത്തു തരും. അയ്യോ പ്ലീസ് പ്ലീസ്, ആ ലേഡിക്ക് ഞാൻ വാക്ക് കൊടുത്ത, നീ തന്നെ എടുക്കണം. ആരോട് വെച്ചിട്ടാ വാക്ക് കൊടുത്തേ? എടാ, ഞാൻ പറയുന്ന ആദ്യം കേക്ക്. അവളെ കാണാൻ നല്ല സുന്ദരിയാ, എന്റെ പഴയ ഫ്രണ്ട് കൂടിയാ. നമ്മുടെ മാഗസിന്റെ കവർ പേജിന് അവള് സെറ്റ് ആയിരിക്കുമോടാ. പിന്നെ നിന്റെ ഇഷ്ടം. നീ അവളുമായിട്ട് എന്താ ടച്ച്? നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്യാം. അവർ ചിലപ്പോൾ ഇങ്ങോട്ട് കാശ് തരും. ശരി, തീരുമാനിച്ചോ? ഞാൻ തന്നെ ചെയ്യാം. എത്ര തരും? 1 lakh. ഇപ്പോഴല്ലേ 10,000 എന്ന് പറഞ്ഞേ? അത് നിനക്കാ. നോക്ക്, ആ പെണ്ണ് കാണാൻ കൊള്ളില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ ഞാനൊരു തീരുമാനം എടുക്കും. ഷൂട്ടിന്റെ ഇടയിൽ ഞാൻ എസ്കേപ്പ് ആവും. അതിന് ചാൻസേ ഉണ്ടാവില്ല. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നിനക്ക് അയച്ചു തരാം. ഓക്കെ, ഞാനൊന്ന് നാട്ടിൽ പോവാ. 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. വന്നതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഡാൻസ് സ്കൂളിലേക്ക് വിടണം.
അങ്ങനെ അവര് എന്നെപ്പോലെ ഡാൻസ് കളിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. കൺഗ്രാറ്റ്സ്. ഹായ്. നൈസ് പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. സീ യു. ഹലോ, ഹായ്. ആരാ സംസാരിക്കുന്നത്? ഗസ് ചെയ്യേ. അഞ്ജന? നോ. രാജി? നോ. ഗീത, ശൈലജ, ശ്രുതി? ആ വെയിറ്റ്. ഇത്രയും പേരോ? നിങ്ങളൊരു സംഭവം തന്നെയാ. വേണേ, ഈ കാർത്തികിന്റെ മനസ്സ് പറക്കുന്നൊരു തളികയാണ്. അതിലെത്ര പേര് കയറിയാലും ഒരാൾക്കുള്ള സ്പേസ് ഉണ്ടാവും. ശരി, ഞാൻ ആരാണെന്ന് പറഞ്ഞ ആ പറക്കും തളികയില് ഞാനും ഒന്ന് കേറാം. ഈ കാർത്തികിന്റെ പറക്കും തളികയില് ക്ഷേത്രം എപ്പോഴേ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ക്ഷേത്ര, കാർത്തിക് ഇതുവരെ വന്നില്ലേ? നോക്കട്ടെ മമ്മി, ട്രൈ ചെയ്യുക. ഹലോ കാർത്തിക്, നീ എവിടെയാ? ഞാൻ ഓഫീസിലാ. ഇന്ന് നമ്മുടെ കല്യാണോ? അതറിയില്ലേ? അവിടെ എന്താ ചെയ്യുന്നേ? എനിക്കിത് എങ്ങനെ പറയണമെന്നറിയില്ല. ഐ ആം നോട്ട് കംഫർട്ടബിൾ വിത്ത് മാരേജ്. കംഫർട്ടബിൾ അല്ലെന്നോ? ക്ഷേത്ര, എനിക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇഷ്ടമല്ല. ഇപ്പൊ നമ്മൾ കുഴപ്പമില്ലാതിരിക്കല്ലേ, മാരേജ് എന്തിനാ വെറുതെ? കാർത്തിക്, നീ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അയ്യോ, ഓക്കെ, നിക്ക്, ഞാൻ അവിടെ വന്ന് സംസാരിക്കാം. നീ വന്നോ ജാനു? നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് തന്നെ അറിയാമോ? 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കല്യാണോ? നീ റെഡി ആവാതെ ഇവിടെ എന്തെടുക്കുക? നീ പറയുന്നത് എന്റെ അച്ഛനും അമ്മയും കേട്ടാ അത് മതി. കാർത്തിക്, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് കല്യാണത്തിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അത് നീ എന്നെ ലവ് ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. ലവോ? ലവോ? ജാനു, വി ആർ ഇൻ സ്വീറ്റ് റിലേഷൻഷിപ്പ്. നമ്മൾ ദിവസവും കാണുന്നത്, മാസത്തിലൊരിക്കൽ ഔട്ട്ഡോർ പോകുന്നത്, നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നേ. പിന്നെ എന്തിനാ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞുള്ള റിലേഷൻഷിപ്പ്? ഫ്രാങ്കായിട്ട് പറയട്ടെ, എനിക്ക് കല്യാണം എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. എത്ര നാൾ സന്തോഷമായിട്ട് കഴിയുന്നു, അത്രയേ ഉള്ളൂ. സന്തോഷമായിട്ട് കഴിയണമെന്ന് പറഞ്ഞാൽ എന്താ കാർത്തിക്? നിനക്കതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെയുള്ളത്. കാർത്തിക്, സത്യമായിട്ടും ഞാൻ നിന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. കാർത്തിക്, കാർത്തിക്, ഒന്ന് നിർത്ത്. തുറന്ന് സംസാരിക്കട്ടെ. നീ എന്തിനാ എന്നെ പ്രേമിച്ചേ? രോഹിത്തിനെ നിനക്ക് എനിക്ക് മുമ്പേ അറിയില്ലേ? അവനെ എന്തുകൊണ്ടാ പ്രേമിക്കാത്തെ? രോഹിത് എന്റെ ഫ്രണ്ട് മാത്രമാണ്. ഞങ്ങൾക്കിടയിൽ അല്ലാതെ വേറെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഏയ്, നിന്റെ റിയൽ സ്റ്റോറി നിർത്തുന്നുണ്ടോ? ഞാൻ പറയട്ടെ, എന്റെ കയ്യിൽ പണം, പ്രശസ്തി എല്ലാം ഉണ്ട്. രോഹിത്തിന്റെ കയ്യിൽ അതൊന്നുമില്ല. കാർത്തിക്, നീ എന്തൊക്കെയായി പറയുന്നത്? ശരി, നടന്നതൊക്കെ നടന്നു. മുഹൂർത്തത്തിന് സമയമായി. നീ വാ കാർത്തിക്. ഇനിയും മനസ്സിലായില്ലേ, നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നേ ഇല്ലെന്ന്. എന്താ കല്യാണം കഴിക്കാത്ത? ഒരു റീസൺ പറ കാർത്തിക്. ഏയ്, എന്താടി? എന്താ കല്യാണത്തിന് മുന്നേ എന്തിനാ എന്നോട് ബന്ധം പുലർത്തിയേ? അങ്ങനെയുള്ള നിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ എന്താ വിചാരിക്കണ്ടേ? എനിക്ക് മുമ്പേ നിന്നെ ആരും തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞാ ഞാനത് എങ്ങനെ വിശ്വസിക്കാനാ? ഭ്രാന്തനെ പോലെ സംസാരിക്കരുത്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ നീ അതൊന്നും മനസ്സിലാക്കിയില്ല. ഞാൻ നിന്റെ പണമോ ആസ്തിയോ ഒന്നും കണ്ടല്ല സ്നേഹിച്ചത്. എനിക്ക് തരാൻ മറ്റൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാ നിനക്ക് എന്നെ തന്നെ ഗിഫ്റ്റ് ആയിട്ട് തന്നത്. ശരി, ഓക്കെ. കല്യാണത്തിന് മുമ്പ് ഏതെങ്കിലും പെണ്ണുങ്ങൾ തന്റെ ശരീരം വേറൊക്കെ കൊടുക്കുവോ? It's not sex. It's just a way of expressing love. ഏയ്,
ഈ ലവ് നീ എത്ര പേരുടെ മുന്നേ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്? മൈൻഡ് യുവർ വേർഡ്സ് കാർത്തിക്. ഓക്കെ മാഡം, നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. കാർത്തിക്, ഒന്നും കൂടെ ഒന്ന് ആലോചിക്ക കാർത്തിക്. നമ്മുടെ ഫാമിലി, നമുക്കൊരു കുഞ്ഞ്, ഒന്ന് ആലോചിക്ക കാർത്തിക്. അതേടി, ആ കുട്ടി ആർക്കാ ജനിക്കാൻ പോകുന്നേ? മതി കാർത്തിക്, തെറ്റെന്റതാ. ഇതിലും കൂടുതലൊന്നും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരു കുഞ്ഞ് അമ്മയുടെ അച്ഛന്റെ സ്നേഹം കാരണമാണ് ജനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ അല്ല, അങ്ങനെയല്ലെന്ന് പറഞ്ഞ് നീ സമർത്ഥിക്കാൻ ശ്രമിക്കും. അതാണ് നിന്റെ ക്യാരക്ടർ. എന്റെ പ്രേമം നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഏയ്, നിന്നെ ആരാടി പ്രേമിച്ചത്? ഓ, നീ എന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നീ എന്നെ അപമാനിച്ചു. ഇനി എന്റെ ലൈഫില് ഒരിക്കലും നിന്റെ മുഖം കാണില്ല. ഗുഡ് ബൈ മിസ്റ്റർ കാർത്തിക്. ഇപ്പൊ ഞാൻ പോവാ, പക്ഷെ എന്തെങ്കിലും നിന്റെ ലൈഫിൽ ഒരുത്തി വരുമല്ലോ. അവളെങ്ങാനും നിന്നെ കുറിച്ച് മനസ്സിലാക്കിയാ നിന്റെ ലൈഫ് എങ്ങനെയാവുന്ന ആലോചിക്ക.